സതീശന് കൂടുതൽ അനുകൂലികൾ ഉള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് കൊച്ചിയാണ്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്നുള്ള ഫ്ലെക്സുകളും അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങളൊക്കെ കൂടുതൽ ഉയർന്നതും കൊച്ചിയിൽ നിന്നുമാണ്. നമുക്കറിയാം പലതരത്തിലുള്ള പ്രതിഷേധം, ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിയുള്ള പ്രതിഷേധങ്ങളൊക്കെ കണ്ടതും ഈ എറണാകുളം കൊച്ചി ഭാഗത്തു നിന്നുമാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇനി ഒരു ദിവസം കൂടിയാണ് ബാക്കിയുള്ളത് ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് അറിയാനുള്ളത്. അപ്പോൾ ഈ കൊച്ചിയിൽ നിന്നുള്ള എറണാകുളത്ത് നിന്നുമൊക്കെയുള്ള ആളുകളുടെ ഈ ഒരു സമയത്തെ പ്രതികരണം, അവരുടെ ഒരു വികാരമൊക്കെ ഏത് രീതിയിലാണ്? എറണാകുളത്തേക്ക് ഒന്നാം നമ്പർ കാർ എത്തുമെന്നുള്ള വലിയൊരു ശുഭപ്രതീക്ഷയിലാണ് പ്രവർത്തകർ ഉള്ളത്. ഇന്ന് പ്രഖ്യാപനം വരും എന്നറിഞ്ഞ് ആ രീതിയിൽ വലിയൊരു പ്രതീക്ഷയോടുകൂടി എറണാകുളം ആലുവയിലെ ദേശത്തെ വി ഡി സതീശന്റെ വീട്ടിലും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസായ പറവൂർ മണ്ഡലത്തിലുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിലും നൂറുകണക്കിന് പ്രവർത്തകരാണ് എത്തിയത്. അവർ എല്ലാ രീതിയിലും ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. കാരണം ഒരു 99% വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു ഉറപ്പിലാണ് അവർ നിൽക്കുന്നത് തന്നെ. പക്ഷേ വൈകിട്ടോടു കൂടി നാളെയാകും പ്രഖ്യാപനം എന്ന സൂചനകൾ വരികയും ഒപ്പം തന്നെ നാളെ എന്ന പ്രഖ്യാപനം വരുമെന്നുള്ള ജയറാം രമേശിന്റെ ഒരു ബൈറ്റൊക്കെ വന്നതോടുകൂടി തന്നെ പ്രവർത്തകർ വലിയ നിരാശയിലാവുകയും അവർ മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ എന്തായാലും 11 മണിയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് അവർ മടങ്ങിപ്പോയിരിക്കുന്നത്. എല്ലാ രീതിയിലും ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് പ്രവർത്തകർ ഉള്ളത്. കാരണം വി ഡി സതീശനാണ് ഈ കഴിഞ്ഞ 5 വർഷം കോൺഗ്രസിനെ നയിച്ചതെന്നും ഈ തെരഞ്ഞെടുപ്പിനെ ചുക്കാൻ പിടിച്ചതെന്നുമുള്ള ഒരു ബോധ്യത്തിലാണ് പ്രവർത്തകർ എല്ലാവരും തന്നെ ഉള്ളത്. ഇത്തരം ഒരു വിജയം ഉണ്ടാകുമായിരുന്നെങ്കിൽ പോലും 102 സീറ്റിന്റെ വിജയത്തിലേക്ക് എത്തുന്നതിൽ വി ഡി സതീശൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതിനനുസരിച്ചുള്ള ഒരു അംഗീകാരം അദ്ദേഹത്തിന് കിട്ടണം എന്നുള്ളതാണ് പ്രവർത്തകരുടെ ആവശ്യം. കാരണം 102 സീറ്റിലേക്ക് കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിൽ ഇതുവരെ നേടാത്ത വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് വരാനിടയാക്കിയത് വി ഡി സതീശന്റെ ഒരു ദീർഘവീക്ഷണവും അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകളുമാണ്. എല്ലാവരും വിജയം ഉണ്ടാകുമെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹമാണ് ഇത്രയും വലിയൊരു വിജയം പ്രവചിച്ചത്. അദ്ദേഹത്തിന് കൃത്യമായ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. ബൂത്ത് തലം മുതൽ പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോവുകയും SIR പരിഷ്കരണം വന്ന ശേഷമുള്ള വോട്ടർ പട്ടിക കൃത്യമായി പഠിച്ചുകൊണ്ട് ഓരോ ബൂത്ത് അടിസ്ഥാനത്തിലും ആരെയൊക്കെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആരൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള നിർദ്ദേശം ഓരോ തലങ്ങളിലും നൽകുകയും പ്രവർത്തകരെ എല്ലാവരെയും ഏകോപിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് വി ഡി സതീശനാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അദ്ദേഹം നയിച്ചതിൻ്റെ ഒരു ഗുണമാണ് ഇത്തവണ UDF തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആ രീതിയിൽ അംഗീകരിക്കുക തന്നെ വേണം. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ വരണം എന്നുള്ളതാണ് പ്രവർത്തകർ ഒന്നടങ്കം ആഗ്രഹിക്കുന്ന. അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ പൊടിക്കാൻ പടക്കമടക്കം വാങ്ങി സൂക്ഷിച്ചിരിക്കുകയാണ് പലയിടത്തും പ്രവർത്തകർ. എന്തായാലും വി ഡി സതീശൻ ആലുവ ദേശത്തെ വീട്ടിൽ തന്നെയാണ് തങ്ങുന്നത്. 2 ദിവസമായി അദ്ദേഹം പൊതുപരിപാടികളിലൊന്നും പങ്കെടുത്തിട്ടില്ല. പറവൂര് എത്തും. പറവൂര് പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം എത്തും എന്നുള്ളതാണ് പ്രവർത്തകരുടെയൊക്കെ തന്നെ ഒരു സൈഫുനീസ. എന്തായാലും ഇന്നൊരു ദിവസം കൂടെ കാത്തിരിക്കണം, ക്ഷമ വേണം എന്നുള്ളത് തന്നെയാണ് നേരത്തെ ജയറാം രമേശ് വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നുള്ളതാണ്. കഴിഞ്ഞ 10 ദിവസം കൊണ്ട് കേരളം വലിയ തരത്തിലുള്ള സമാനതകളില്ലാത്ത സംഭവ വികാസങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. അതിനൊരു ഉത്തരം നാളെ എത്തും എന്നുള്ള ഉറപ്പാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.